ഓണാവധിയുടെ അവസാന ദിവസവും എടത്ര JUP സ്കൂളിലെ കുട്ടികൾ ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുകയാണ്. മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓണം ആഘോഷിക്കുമ്പോഴും ഇവർക്ക് ഇക്കുറി ഓണമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മദ്രസയിൽ നിന്ന് കുട്ടികളുമായി വരുന്ന ഓട്ടോ കോങ്ങാട് വച്ച് അപകടത്തിൽപ്പെടുന്നത്. ഇപ്പോഴും ഈ അപകടത്തിൽപ്പെട്ട 5 കുട്ടികൾ കോയമ്പത്തൂരിൽ ചികിത്സയിലാണ്. തങ്ങളുടെ സഹോദരർ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എങ്ങനെ ഇവർ ഓണം ആഘോഷിക്കും? ഞങ്ങളെല്ലാവരും സഹയാത്രികരായതുകൊണ്ടും നമ്മുടെ കുട്ടികളെ പോലെ ആ കുട്ടികളെ ഞങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഓണസദ്യയും ഓണാഘോഷവും എല്ലാം ഞങ്ങൾ ഒഴിവാക്കി ആ തുക ഞങ്ങൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറുകയാണ് ചെയ്തത്. ആഘോഷിക്കാനായി കരുതി വെച്ച 70,000 രൂപയാണ് അപകടത്തിൽപ്പെട്ട കുട്ടികളുടെ ചികിത്സയ്ക്കായി നൽകിയത്. ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. 2 കുട്ടികൾ വെന്റിലേറ്ററിലാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ചെറിയ തരത്തിൽ പ്രോഗ്രസ് ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഞങ്ങൾക്ക് ഓണാഘോഷിക്കുന്നതിനും ഞങ്ങളിവിടെ നിന്ന് കുറച്ച് സംഖ്യ ഓണം ആഘോഷിക്കാൻ എല്ലാവരും കൂടി ഇതാക്കിയുള്ള സംഖ്യ ഞങ്ങൾ അവിടേക്ക് കൊടുത്തത് ഞങ്ങൾക്ക് വലിയ സന്തോഷം തന്നെയാണ്. അടുത്ത തവണ നമുക്ക് അവരുടെ ഒപ്പം കോങ്ങാട് സ്കൂളിൻ്റെ ഒപ്പം അടിച്ചു പൊളിക്കാം. 1400 പേരോളം പങ്കെടുക്കുന്ന ഒരു ഓണസദ്യയായിരുന്നു ഇവിടെ പ്ലാൻ ചെയ്ത ഈ ഓണത്തിന്. പക്ഷേ ഈ 2 ദിവസം മുമ്പ് സംഭവിച്ച ഈ അപകടം അത് നമ്മുടെയും കൂടി കുട്ടികൾ തന്നെയാണല്ലോ. അപ്പോൾ അവരെയും കൂടി ചേർത്ത് പിടിക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ടും മുഴുവൻ ആഘോഷങ്ങളും മാറ്റിവെച്ചു. നമ്മളെല്ലാ PTA-കാരും SMC-കാരും എല്ലാവരും കൂടിയിട്ടുള്ള എടുത്ത തീരുമാനമാണ് ഈ ഒരു പരിപാടി വേണ്ട, അതിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് ആ കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഗോകുൽ, അവരെടുത്ത ഏറ്റവും മികച്ചൊരു തീരുമാനമാണല്ലേ ഈ ഓണക്കാലത്ത്. ആ കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ ചികിത്സയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് അടുത്ത ഓണം അവരോടൊപ്പം അടിച്ചു പൊളിക്കാം. ആദ്യം എനിക്ക് എടത്ര JUP സ്കൂളിലെത്തിയപ്പോൾ ഒരു വിഷമമാണ് തോന്നിയത്. കാരണം ബാക്കിയുള്ള എല്ലാ സ്കൂളിലെ കുട്ടികളും ആഘോഷിക്കുന്നു, അവർ കളിച്ച് തിമിർത്ത് നടക്കുന്നു. ഈ സ്കൂളിലെ കുട്ടികൾ മാത്രം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം തോന്നി. കാരണം എന്തുകൊണ്ടാണ് ഈ ഓണാഘോഷം ഈ കുട്ടികൾക്ക് ഇല്ലല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ആ കുട്ടികളോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം. കാരണം അവർ തങ്ങളുടെ ആഘോഷം വേണ്ടാന്ന് വെച്ചത് കോങ്ങാടുള്ള കുറച്ച് കുട്ടികൾ അപകടത്തിൽപ്പെട്ടു. ആ കുട്ടികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ 5 കുട്ടികളും ഇപ്പോൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ ചികിത്സയിലാണ്, തീവ്രപരിചരണ വിഭാഗത്തിലാണ്. അപ്പോൾ ഈ കുട്ടികളുടെ സാമ്പത്തിക സഹായം, അവർക്ക് ചികിത്സയ്ക്ക് ഒരുപാട് പണവും ആ പണത്തിൽ തങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ഈ ഓണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓണം എന്ന് പറയുന്നാൽ ആദിയും വ്യാധിയും ഒന്നും ഇല്ലാത്തൊരു നല്ല നാളെ, അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ സങ്കല്പം. അപ്പോൾ ഈ കുട്ടികളുടെ അസുഖം മാറാൻ, ആ കുട്ടികൾക്ക് തങ്ങളുടെ ഒപ്പമുള്ള തങ്ങളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളുടെ എല്ലാ അസുഖങ്ങളും മാറാൻ വേണ്ടി അവർക്ക് ഈ പണം നൽകുക എന്ന് പറയുന്ന ആ കുട്ടികൾക്ക് തോന്നിയ മനസ്സ്, അത് നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. മാത്രമല്ല സ്കൂൾ അധികൃതരും അതിന് പൂർണ്ണ സപ്പോർട്ട് നൽകി. ശരിയാണ് ഗോകുൽ.